ആ പെങ്കൊച്ചിന്റെ മുഖത്ത് നോക്കുമ്പോ മനസ്സിനകത്തൊരു വിങ്ങല. അവക്കിപ്പോ എങ്ങനെയുണ്ട്? ക്വൈറ്റ് നോർമൽ. അത്യാവശ്യം പാചകമൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പാവം, ആ വിജയൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ? അവൻ തിരിച്ചു പോകുന്നതിനെ കുറിച്ച് വല്ലതും പറഞ്ഞോ? ഇല്ല. അവൻ പോകത്തില്ല. അവന് അവളെ അത്രയ്ക്കിഷ്ടാ. എന്നതായി പറയണേ? എനിക്കങ്ങനെ തോന്നി. എന്റെ തോന്നലുകൾ അങ്ങനെ പിഴയ്ക്കാറില്ല. അല്ല, ഒന്നോർത്ത് നോക്കുമ്പോ അതിലെന്താ തെറ്റ്? അവള് തീരെ ചെറുപ്പല്ലേ. എത്ര കാലം എന്ന് വെച്ചാ? ആരെങ്കിലും ഒരു തുണ വേണ്ടേ? അതും വിജയനെ പോലെ എല്ലാം അറിയുന്ന ഒരാളാവുമ്പോ. നീ എന്നാടി തുറച്ചു നോക്കുന്നേ? നീ ഒന്ന് ഓർത്തു നോക്കി. ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ട് എന്ന് കരുതി ആരോരുമില്ലാതെ ആയുസ് മുഴുവൻ ഇങ്ങനെ മരിച്ചു മരിച്ച് ജീവിക്കേണ്ട കാര്യമുണ്ടോ? വീണയല്ലേ? അതെ. എന്റെ പേര് ഗീത. ലിംബുർഗിന്ന് വരിക. വിജയകൃഷ്ണന്റെ. ഓ, ഗീത ആന്റി, വാ. വിജയൻ പുറത്തെവിടെ പോയിരിക്ക? ഇപ്പൊ വരും. ആന്റി ഇരിക്കെ. വിവരങ്ങളൊക്കെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ആള് വലിയ കുസൃതിയായിരുന്നു. ഓണക്കാലത്ത് സ്കൂൾ അടയ്ക്കുമ്പോഴെല്ലാം വിജയന്റെ കൂടെ തറവാട്ടിൽ വരും. പിന്നത്തെ പുകലൊന്നും പറയണ്ട. രണ്ടാളും കൂടി എന്തൊരു കളിയും ചിരിയുമായിരുന്നു. ആന്റി പ്ലീസ്, ഞാൻ കാപ്പി കൊണ്ടുവരാം. മോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. വിജയൻ അവന്റെ അമ്മയ്ക്ക് എഴുതിയ ലെറ്റേഴ്സാ. ഇതിൽ അവൻ ഇഷ്ടപ്പെട്ട ഏതോ ഒരു പെണ്ണിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടത്രേ. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഒരു പിടിയും കിട്ടിയില്ല. അതെങ്ങനാ? മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയാലല്ലേ. ഒക്കെ കടിച്ചാ പൊട്ടാത്ത കവിതയാ. മൃത്യുതൻ കൂരിരുൾ കൂട്ടിൽ എൻ ഓമന പാടുന്ന സ്നേഹഗീതം പോൽ വീണ്ടും എൻ ദാഹത്തെ തൊട്ടുണർത്തി ഒരു നവസൗരഭ്യ പുഷ്പം. അതെമ്മേ, എന്റെ നീനെ വീണ്ടും ഞാൻ കണ്ടു. മഴവില്ലിനുള്ളിലെ മാസ്മരമാണവൾ. ഒരു പുനർജന്മത്തിൻ നിശ്വാസമാണവൾ. ആ സ്നേഹം ഈ സ്നേഹമാവുകില്ലെങ്കിലും ഈ വീണ എൻ സ്നേഹവീണയായി മാറിയോ? എന്താ മോൾക്ക് വല്ല പിടിയും കിട്ടുന്നുണ്ടോ? ഇവനൊന്ന് കല്യാണം കഴിച്ച് കാണാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. വിജയന്റെ അമ്മയുടെ കാര്യ പറഞ്ഞേ. അവനോട് മോളൊന്ന് ചോദിക്കുവോ ആരാ മനസ്സിലുള്ളേന്ന്? പക്ഷെ ഞാൻ ഈ കത്തുകള് വായിച്ച കാര്യം വിജയനോട് പറയണ്ട. ഇല്ല. അച്ഛേ, അച്ഛേ, ആ ഫോൺ ഒന്നെടുത്ത് ആരാ നോക്കിയേ? ഓ, ഈ പച്ചപ്പാതിരിക്ക് എന്നെ ആര് വിളിക്കാനാ? വേണേലെടുത്ത് നോക്ക്. നീ പോസ്റ്റ്മോർട്ടം ചെയ്ത വല്ല പ്രേതങ്ങളും ആയിരിക്കും. ഹലോ. ഹലോ, കാതറിൻ ഹിയർ. യാ, ഞാനാ വീണ. എന്താ വീണേ? ചേച്ചി നാളെ ഇങ്ങോട്ടൊന്ന് വരണം. എന്താ വിശേഷിച്ച്? വാ, അപ്പ പറയാം. ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയാ മതിയോ? ഡ്യൂട്ടിക്ക് പോകുമ്പോഴേ വന്നൂടെ? നോക്കട്ടെ, മറക്കരുതേ. ഓക്കെ, ഗുഡ് നൈറ്റ്. ആരായിരുന്നു? ആരാച്ചാര്. ആ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിന്റെ വകുപ്പിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമെന്ന്. ആന്റി, 2-3 ദിവസം കൂടി നിന്നൂടെ? അയ്യോ, ലീവില്ല മോളെ. ഇനി വേണമെങ്കിൽ തന്നെ. ഏയ് വേണ്ട വേണ്ട, എന്തിനാ വെറുതെ ലീവ് എടുത്ത് കാശ് കളയുന്നത്? ഗുഡ് മോർണിംഗ്. ഹായ് ചേച്ചി. ആന്റി, ഇതാണ് ഞാൻ പറഞ്ഞ കത്രീന ചേച്ചി. ഹലോ, ഡോക്ടറല്ലേ? അതെ. ഇത് ഗീതാന്റി, വിജയന്റെ. ആ, കേട്ടിട്ടുണ്ട്. പോകാൻ ഒരുങ്ങാവൂ അല്ലേ? എന്നാ നടക്കട്ടെ. ചേച്ചി വന്നേ. ഇരിക്കു ചേച്ചി. ഇരിക്കാനൊന്നും സമയമില്ല മോളെ. എനിക്കിന്ന് കോർട്ട് വരെ പോണം. കോർട്ടിലോ? അതെന്തിനാ? എന്റെ പൊന്നെ, അതൊന്നും പറയണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയും ചില കേസ് കെട്ടിനും പോണം. കേസോ? ഓ, ഒരു മർഡർ കേസ്. മർഡർ? ഒരുത്തൻ വേറൊരുത്തന്റെ തലക്കടിച്ചു കൊന്നു.
ഗോഡ്, അതിനൊരു വിറ്റ്നസ് ഉണ്ട്. എന്താന്നറിയോ? ഒരു ക്യാമറ. ക്യാമറ? ആ, ഹൈവേയിൽ മരിയാസ്ട്രാസയിലാണ് സംഭവം ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാമറ എങ്ങനെയോ ക്ലിക്കായി. അടിക്കുന്നത് ഫോട്ടോയിൽ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ അടിയേറ്റ് തന്നെയാണ് ആള് ചത്തതെന്ന് ഞാൻ കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. കൊന്നവൻ കുടുങ്ങിയത് തന്നെ ഉറപ്പാ. നീ എന്താടാ ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? ഒന്നുമില്ല. എന്നാ വാ മോളെ. ആ മോളെ, ഞാൻ ഇറങ്ങുക. പറ്റുമെങ്കിൽ ഇടയ്ക്ക് ലിംബുർഗിലേക്കൊന്ന് വാ. കുറച്ച് ദിവസം അവിടെ വന്നേക്ക്, ഒരു ചേഞ്ചും ആവില്ലേ? ഞാൻ പോട്ടെ. ശരി ആന്റി, വരട്ടെ. ഓക്കെ. ഞാൻ വിട്ടിട്ട് വരാം. നല്ല സ്നേഹമുള്ളവരല്ലേ? വിജയനെ പോലെ തന്നെ. വിജയൻ എന്നോട് പ്രേമ. എന്നവൻ നിന്നോട് പറഞ്ഞോ? നേരിട്ടല്ല, വിജയ് അമ്മയ്ക്ക് അയച്ച കത്തുകൾ ഞാൻ കണ്ടു. അതെല്ലാം എന്നെ കുറിച്ച് മാത്രമാണ്. അയാളുടെ മനസ്സ് മുഴുവനും ഞാനായിപ്പോ. അങ്ങനെയാണെങ്കിൽ തന്നെ അതിലെന്റെ അത്ര തെറ്റ്? ചേച്ചി അങ്ങനെ പറയരുത്. എന്നെപ്പറ്റി എല്ലാം അറിയുന്ന ആളല്ലേ. മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ ഭർത്താവ് മരിച്ച സ്ത്രീയാണ്, വിഡോ ആണ്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്റെ മഹി ഇപ്പോഴും എന്നോടൊപ്പം ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ സന്തോഷമായിട്ടിരിക്കുകയാണ്. ചേച്ചി എനിക്കൊരു ഉപകാരം ചെയ്യില്ലേ? വിജയനെ എത്രയും വേഗം ഇവിടെ നിന്ന് പറഞ്ഞേക്ക്. എന്നോടുള്ള മോഹം മനസ്സിൽ വെച്ചോണ്ട് അയാളിവിടെ നിൽക്കുന്നത് ശരിയല്ല. പ്ലീസ്, എനിക്ക് വേണ്ടി ചേച്ചി ഇത് പറയണം. പറയില്ലേ? പറയാം. ഒരുത്തൻ വേറൊരുത്തന്റെ തലക്കടിച്ചു കൊന്നു. അതിനൊരു വിറ്റ്നസ് ഉണ്ട്. എന്താണെന്നറിയോ? ഒരു ക്യാമറ. മനീഷിന് ഫോട്ടോഗ്രാഫി വലിയ ക്രേസാ. എല്ലാം സ്വന്തമായിട്ട് ചെയ്യും. എന്നെ പഠിപ്പിച്ചു. ഡെവലപ്പിംഗും പ്രിന്റിങ്ങും ഒക്കെ ചെയ്യാൻ.